ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിയാറായതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നൊരു ട്രിപ്പാണ്. നമ്മൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. നമ്മുടെ ക്ലാസ്സിലെ തന്നെ ഒരുത്തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ 5:30 ആയപ്പോൾ ഇറങ്ങി. ഇത് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിനാണ് പോകുന്നത് ആലപ്പുഴയ്ക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് താമസിച്ച് വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ച ട്രെയിൻ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ മുന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്നൊരു ട്രെയിൻ 7:45 ഒരു 7:45 ആയപ്പോഴാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് നമുക്കൊരു ട്രെയിൻ കിട്ടി. അപ്പം അങ്ങനെ നമ്മൾ ഈ ട്രെയിനിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ രണ്ടാമത്താണ് കേട്ടോ ഗൈസ് ട്രെയിനിൽ കയറുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരു കൊല്ലം ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം അവൻ ഞങ്ങളെ കൂട്ടാൻ വന്നിരുന്നു. നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൂട്ടാൻ വന്നു. പിന്നെ ഈ സീൻ ഞാൻ എടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നവർ ചിലരൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലൊക്കെ ചെന്നു. വീട്ടിൽ ചെന്ന് ആദ്യമേ തന്നെ നമ്മൾ ഷോക്കേസിൽ കുറേ ഷോ ഒക്കെ എടുത്ത് കാണിച്ചു. പിന്നെ ഇത് അവൻ്റെ റൂം ആട്ടോ. ഇപ്പോൾ റൂമിൽ കുറേ എന്തൊക്കെയോ കലാവിരുതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരു സാധനം കണ്ണിപ്പെട്ടത്. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കത്തി എന്താന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മിററിലൊക്കെ പോയി കുറച്ച് ഷോ കാണിച്ചു. പിന്നെ ഇത് നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്സിലെ മിക്ക പിള്ളേരുടെയും കയ്യിലുള്ള കുറച്ച് ആക്രി സാധനങ്ങളാണ്. ഇലക്ട്രോണിക്സിന്റെ തന്നെ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് റെസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എല്ലാവരും കുറച്ച് പെട്ടിയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊന്നും പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യില്ല. ഇല്ല, അതും പറയുന്നു. നീ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ഒരു സീറ്റ് എടുത്ത് വെച്ചേക്ക്, ചിലപ്പോൾ മറിച്ചിട്ടുണ്ടായിരിക്കും വലിയ വണ്ടി വരുന്നത്. അപ്പം നമ്മൾ വീടൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പോകുന്നത് പാണ്ഡവൻപാറയിലേക്കാണ്. അപ്പം പാണ്ഡവൻപാറ കാണാൻ വേണ്ടിയിട്ട് അത് സ്ഥലത്ത് നമ്മൾ ആരും പോയിട്ടില്ല. അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പാറ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊരു അമ്പലം സെറ്റപ്പ് ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അകത്തേക്കൊന്നും കയറാൻ നിന്നില്ല. ജസ്റ്റ് ആ പാറയുടെ ചോട്ടിൽ പോയി നിന്നു. പിന്നെ ഇവർ രണ്ടുപേരും മാത്രം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കി. വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അഴീക്കൽ ബീച്ചിലേക്കുള്ള കടൽപ്പാലം കേട്ടോ. അപ്പം നമ്മൾ അഴീക്കൽ ബീച്ചിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പം അങ്ങനെ ബീച്ചിലൊക്കെ ചെന്നു. അവിടെയൊക്കെ നമ്മൾ ഒരു പാലം പോലും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കോട്ടയത്ത് ബീച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് ബീച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വൈബാണ്. അപ്പം നമ്മൾ ബീച്ചിലൊക്കെ ചെന്നു. അവിടെ കുറേ നേരം നിന്നു. ഒരു ഉച്ച സമയത്തൊക്കെ ആട്ടോ ബീച്ച്, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കുറേ ബോട്ടൊക്കെ കണ്ടു. അപ്പം അങ്ങനെ നമ്മൾ അവൻ്റെ അമ്മ വീട്ടിലേക്കാണ് അടുത്ത് പോയത്. അമ്മ വീട് കായംകുളത്തായിരുന്നു. അവിടെ ചെന്നപ്പം ഈ ഒരു വീട് നല്ല വൈബായിരുന്നു കേട്ടോ ഗൈസ്. എന്താന്ന് വെച്ചാൽ അവിടെ കുറേ പഴയ സാധനങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം കണ്ട റേഡിയോ. അപ്പം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പശുവിനെയൊക്കെ കുറേ നാൾ കൂടിയിട്ടാണ് കാണുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇവിടെ പോകാനാണെങ്കിലും. കുറേ അധികം പഴയ സാധനങ്ങളുണ്ടായിരുന്നു. ഈ കയറയിലെ കലപ്പ കൊടുത്ത് ഒരാൾ പിടിച്ച് അത് കൊണ്ടുവന്നു. ഇത് വിറ്റിടാനും ഒക്കെ എടുക്കും, കൂട്ടാനും. ഇത് അല്ലാതെ പൂട്ടി മറിക്കാൻ ഇരുമ്പ് കലപ്പ് എല്ലാ സാധനങ്ങളും. അതുപോലെ ഒറ്റ മുമ്പ വേണ്ട. ഇത് നിങ്ങൾ കണ്ടു കാണുന്നില്ല. പശുവിന്റെ വെച്ചത് ഇതുണ്ടോ? പശുവിന്റെ വെച്ചാൽ ഇത് കൊച്ചു മുമ്പ. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇടിയിലിന് കളയ്ക്കാൻ, നെല്ലിന്. ഈ കലപ്പ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇട കളയ്ക്കാൻ. നിങ്ങളുടെ അവിടെ തൂമ ഉണ്ടോ? ഇല്ല, എല്ലാം മമ്മട്ടി ഇല്ലേ? തൂമ്പയുണ്ട്, തൂമ ഉണ്ടോ? എങ്ങനെ? തൂമ്പയുണ്ട്, ചുണ്ടനുണ്ട്, മീൻപട്ടിയുണ്ട്. ഉത്തരം പറഞ്ഞാൽ മമ്മട്ടി അല്ല, ഇങ്ങനെ കൂർത്തിരിക്കുന്ന സാധനം. അത് വ്യത്യാസം. ആ, അത് അതിനവിടെ എങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയുന്നത് അല്ല, അവര് ചുണ്ടനെന്ന് പറഞ്ഞത് എനിക്ക് പറഞ്ഞില്ല. അതല്ലേ ഇപ്പൊ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് 3:30 ട്രെയിൻ. അപ്പൊ ഇതുപോലത്തെ ട്രിപ്പിംഗ് വീഡിയോസ് ഒന്നും ഇനി അധികം ചാനലിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.